വിശാഖപട്ടണത്ത് ഗൃഹപാഠം പൂർത്തിയാക്കാത്തതിന് അധ്യാപികയുടെ മർദ്ദനമേറ്റ് 6 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കർശന നടപടികളുമായി ആന്ധ്രാപ്രദേശ് സർക്കാർ അന്വേഷണത്തിനായി 3-അംഗ സമിതിയെ നിയോഗിച്ചു. സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നിർബന്ധമാക്കാനും തീരുമാനമായി. സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. നന്ദഗോപനാണ് ചേരുന്നത്. നന്ദൻ, ഇത് സർക്കാർ തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണോ? എന്തൊക്കെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും തുടർ നടപടികളും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള തുടർ നടപടികളുമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ ലിറ്റിൽ ഗാർഡൻ സ്കൂളിൽ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു അധ്യാപിക ഗൃഹപാഠം എഴുതാത്തതിനെ തുടർന്ന് ഈ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ വിദ്യാർത്ഥിയുടെ ഷട്ടിൽ പിടിച്ചുകൊണ്ട് വലിക്കുകയും അതേപോലെ തന്നെ തിരിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഈ കുട്ടി കുഴഞ്ഞു വീഴുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചത് സ്കൂളിൽ ഈ കുട്ടി കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ CCTV ദൃശ്യങ്ങൾ വന്നതോടുകൂടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ സംഭവം പുറത്തു വന്നത്. അധ്യാപികയ്ക്കെതിരെ നരഹത്യാ കുറ്റം എടുക്കണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ആന്ധ്രാപ്രദേശിലുടനീളം ഉടലെടുത്തു കഴിഞ്ഞു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വ്യക്തമാക്കുന്നത് ഒരു 3-അംഗ സമിതിയെ ഇതിനായി അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്ന ശേഷം കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കുവാൻ വേണ്ടി ആന്ധ്രാപ്രദേശ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരേപോലെ ബോധവൽക്കരണം നൽകുന്ന പരിപാടികളാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്യരുതെന്നുള്ള കർശനമായ നിർദ്ദേശം അധ്യാപകർക്ക് ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. അത്തരം അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം ബന്ധപ്പെട്ടവർക്ക് എതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്.